നമസ്കാരം. വാർത്തയിൽ നിന്ന് ആരംഭിക്കുന്നു. പ്രധാന കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്ന് പെട്ടെന്നൊരു സംസ്ഥാന രാഷ്ട്രീയത്തിൽ വന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിന് പഴയ പോലത്തെ ഒരു ആരോഗ്യം ചുറുചുറുക്കും അല്പം നഷ്ടപ്പെട്ടൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് വരുന്നത്. അതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകളുണ്ട്. നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച കെ മുരളീധരൻ, സുധാകരൻ എടുത്തുചാട്ടം, സതീശന് പരിചയക്കുറവ്, സമുദായങ്ങളെ ഒപ്പം നിർത്തുന്നതിൽ വൻ വീഴ്ച. ഞങ്ങളുടെ നയം എന്ന നയമാണ്, പക്ഷേ ഇവിടെ നടപ്പാക്കുമ്പോൾ നിങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഞങ്ങൾ തീരുമാനമെടുക്കും. ആ രീതിയിലുള്ളൊരു സമ്പർക്കം ഇന്ന് നമ്മുടെ നേതൃത്വത്തിന് ഇല്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ഞാനതിനെ തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് BJP സംഘർഷം. മോദി സംസാരിച്ച വേദിയിൽ ചാണകവെള്ളം തളിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ്. തടയാനെത്തിയ BJP പ്രവർത്തകരുമായി തമ്മിലടി. പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനത്തെ പരിഹസിച്ച് മന്ത്രി കെ രാജൻ. സ്വർണ്ണക്കടത്ത് പരാമർശത്തിനും മറുപടി. തട്ടുകടക്കാർ മുതൽ കച്ചവടം നടത്തിയവർക്കൊക്കെ നല്ല കച്ചവടം നടന്നു തൃശ്ശൂരിൽ. കൊല്ലത്തിന് 5 നാൾ കലാപൂരം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. 24 വേദികളിലായി 239 മത്സര ഇനങ്ങൾ. സമഗ്ര കവറേജുമായി ന്യൂസ് 18. ഷഹ്നയുടെ ആത്മഹത്യയിൽ പോലീസുകാരനെതിരെ നടപടി. പ്രതികളെ സഹായിച്ച കടയ്ക്കൽ CPO നവാസിന് സസ്പെൻഷൻ. ഒളിവിലുള്ള പ്രതികളെക്കുറിച്ച് നിർണായക വിവരം ലഭിച്ചെന്ന് പോലീസ്. അറസ്റ്റുടൻ ഉണ്ടായേക്കും. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുടൻ ഉണ്ടായേക്കും. മദ്യനയ അഴിമതി കേസിൽ ED കടുത്ത നടപടിയിലേക്കെന്ന് സൂചന. നിർണായക വിവരം ലഭിച്ചെന്ന് AAP മന്ത്രിമാരുടെ ട്വീറ്റ്. BJP അഴിമതിക്കാരുടെ പാർട്ടിയെന്ന് കെജ്രിവാൾ. അയോധ്യ രാമക്ഷേത്രത്തിന് ബോംബ് ഭീഷണി. UP ഗോണ്ട സ്വദേശികൾ അറസ്റ്റിൽ. യോഗി ആദിത്യനാഥിനെ വധിക്കുമെന്നും ഭീഷണി. പ്രതികൾ പിടിയിലായത് ലക്നൌവിൽ നിന്ന്. സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുന്നു. ഇന്നലെ ദർശനം നടത്തിയത് 1 ലക്ഷത്തിലേറെ പേർ. അരവണ പ്രതിസന്ധിക്ക് പരിഹാരമായില്ല. വാർത്തയിലേക്ക് വിശദമായി. സാമുദായിക സംഘടനകളെ കൈകാര്യം ചെയ്യുന്നതിൽ KPCC നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്ന് കെ മുരളീധരൻ. സാമുദായിക സംഘടനകളെ ഒപ്പം നിർത്താനാകണം. ഇതിന് അവരുമായി നിരന്തരമായ ആശയവിനിമയം നടത്തണം. ഇപ്പോഴത്തെ നേതൃത്വം ഇക്കാര്യത്തിൽ പരാജയമാണ്. ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്തുണ നഷ്ടപ്പെടുന്നുവെന്നത് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയണം. സാമുദായിക സംഘടനകളും പ്രധാന ഘടകമാണ്. അതുകൊണ്ട് സാമുദായിക സംഘടനകളുമായിട്ട് ഒരു സമദൂരം, അതിൽ NSS പറയുന്ന പോലെ സാമുദായിക സംഘടനകളുമായിട്ട് അകലം ഉണ്ടാവരുത്. എന്നാൽ അടുക്കുന്നതിലും ഒരു ഡിസ്റ്റൻസ് കീപ്പപ്പ് ചെയ്ത്, കാരണം കോൺഗ്രസ് ഒരു ജനാധിപത്യ സംഘടനയാണ്, മതേതര സംഘടനയാണ്. പല അഭിപ്രായങ്ങളുണ്ടാവും. ഇപ്പോൾ ഞാൻ പറയും, കേരളത്തിൽ ഉദാഹരണമായിട്ട് അഖിലേന്ത്യാ തലത്തിൽ പാർട്ടി കൈക്കൊണ്ടിട്ടുള്ളത് ജാതി സെൻസസ് വേണമെന്നാണ്. പക്ഷേ കേരളത്തിൽ എതിർപ്പുണ്ട്. അത് NSSന് മാത്രമല്ല, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും അതിൽ കുറേ എതിർപ്പുണ്ട്. പക്ഷേ പാർട്ടിക്ക് ഒരു അഖിലേന്ത്യാ നയമുള്ളപ്പോൾ ആ നയത്തിൽ നിന്ന് മാറാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഒരു നയമുള്ളപ്പോൾ അത് എങ്ങനെ സ്റ്റേറ്റിൽ നടപ്പാക്കാം എന്നുള്ളത് അതിനോട് വിയോജിപ്പുള്ളവരുമായി ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കണം. അല്ലാതെ രണ്ട് കൂട്ടരും രണ്ട് രീതിയിൽ പറയുന്നു, നമ്മളിതിൽ തലയിടണ്ടെന്ന് ചോദിച്ചാൽ കാര്യമില്ല. ഇലക്ഷൻ വരുമ്പോൾ ചോദിക്കില്ല എന്താ നിങ്ങളുടെ നയം. ഞങ്ങളുടെ നയം എന്ന നയമാണ്, പക്ഷേ ഇവിടെ നടപ്പാക്കുമ്പോൾ നിങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഞങ്ങൾ തീരുമാനമെടുക്കും. ആ രീതിയിലുള്ളൊരു സമ്പർക്കം ഇന്ന് നമ്മുടെ നേതൃത്വത്തിന് ഇല്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ഞാനതിനെ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത് പരിഹരിക്കണം.
KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും പരോക്ഷ വിമർശനവുമായി കെ മുരളീധരൻ. കണ്ണൂരിലെ നേതാവിൽ നിന്ന് പെട്ടെന്ന് സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തിയതിന്റെ പരിമിതി കെ സുധാകരനുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങളിൽ പെട്ടെന്ന് അഭിപ്രായം പറയുന്നതാണ് സുധാകരനെ വെട്ടിലാക്കുന്നതെന്നും മുരളീധരൻ പറഞ്ഞു. MLA എന്ന പ്രവർത്തന പരിചയം മാത്രമുള്ളത് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് VD സതീശന് വെല്ലുവിളിയാണെന്ന് കെ മുരളീധരൻ. കേരളം മുഴുവൻ കറങ്ങിയുള്ള പ്രവർത്തനത്തിന് പലപ്പോഴും VD സതീശന് കഴിയുന്നില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി. അദ്ദേഹത്തിന് ഈ കേരള രാഷ്ട്രീയം മൊത്തം കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്ന് പെട്ടെന്നൊരു സംസ്ഥാന രാഷ്ട്രീയത്തിൽ വന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിന് പഴയ പോലത്തെ ഒരു ആരോഗ്യം ചുറുചുറുക്കും അല്പം നഷ്ടപ്പെട്ടൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് വരുന്നത്. അതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകളുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹം മനഃപൂർവ്വം വരുന്നതല്ല. അപ്പോൾ KPCC പ്രസിഡന്റ് ആവാൻ അല്പം കൂടി ഒരു പക്വതപ്പെടേണ്ടതുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്നും പെട്ടെന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ അതാണ് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഇങ്ങനെ വരാൻ കാരണം. VD സതീശൻ നിയമസഭയിലും ഏറ്റവും കൂടുതൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ബഡ്ജറ്റ് വരുന്നു. ബഡ്ജറ്റ് ഏറ്റവും നന്നായി പഠിച്ച് പറയാൻ മിടുക്കൻ VD സതീശനാണ്, അന്നും ഇന്നും അതെ. പിന്നെ പക്ഷേ സംസ്ഥാന തലത്തിൽ അദ്ദേഹം ഈ MLA ആയിട്ടാണല്ലോ വരുന്നത്. MLA-മാരാകുമ്പോൾ വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് അദ്ദേഹം കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലത്തിലാണ്. ഒരു കേരളം മുഴുവൻ ഓടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവ് അദ്ദേഹത്തിനുണ്ട്. പ്രവർത്തന പരിചയമുള്ള സീനിയർ നേതാക്കളെ ഉപയോഗപ്പെടുത്താൻ KPCC നേതൃത്വത്തിന് കഴിയുന്നില്ല. രാഷ്ട്രീയകാര്യ സമിതിയോട് KPCC പ്രസിഡന്റുമാർക്ക് താൽപര്യമില്ല. പാർട്ടിയിൽ കൂടിയാലോചനയും ചർച്ചയുമില്ല. പിണറായി വിജയനാണ് എതിർഭാഗത്ത് നിൽക്കുന്നതെന്ന ഓർമ്മ നേതാക്കൾക്ക് ഉണ്ടാകണമെന്നും മുരളീധരൻ പറഞ്ഞു. അതായത് ഈ എൻ്റേന്ന് മാത്രമല്ല, സീനിയർ ലീഡേഴ്സൊക്കെ ആയിട്ട്, അതിൽ പ്രത്യേകിച്ച് മുൻ പ്രസിഡൻറ്റുമാരുമായിട്ട് ഒരു ഡിസ്കഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ തിരുവഞ്ചൂരിനെ പോലത്തെ സീനിയർ ലീഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു 5-10 നേതാക്കളൊന്നൊരു സ്ട്രാറ്റജി ഒന്ന് രൂപം നൽകുന്നൊരു സിസ്റ്റം ഇല്ല എന്നുള്ളൊരു മൈനസ് പോയിൻ്റ് ഉണ്ട്. അത് ഇപ്പോഴുള്ള നേതൃത്വമാണ് അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത്. കാരണം നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം പിണറായി പോലത്തെ ഒരാൾ മറുഭാഗത്ത് നിൽക്കുമ്പോൾ ഇവിടെ നമ്മളിങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ അതെങ്ങനെ മൊത്തം ബാധിക്കും, അങ്ങനത്തെ ഒരു ഡിസ്കഷൻ വേണം. എന്തുകൊണ്ടാണ് പിന്നീട് വരുന്ന പല പ്രസിഡന്റുമാർക്കും രാഷ്ട്രീയകാര്യ സമിതിയുടെ കാര്യത്തിലൊരു എന്താ പറയേണ്ടത്, ഒരു മെല്ലെ പോക്ക് നയമുണ്ടായിട്ടുണ്ട്. അത് ഇപ്പോഴല്ല, മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അത് ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഇത്രയും അപകടം ഉണ്ടാവില്ലായിരുന്നു. അത് ചർച്ച ചെയ്യാൻ കഴിയാതെ പോയതാണ് രാഷ്ട്രീയകാര്യ സമിതിക്ക് പറ്റിയ ഒരു തകരാറെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ചെയ്യേണ്ട രാഷ്ട്രീയകാര്യ സമിതിയിൽ പിന്നെ അതുപോലെ തന്നെ അംഗസംഖ്യ വളരെ കൂട്ടുന്നതിനോട് യോജിപ്പുള്ള ഒരാളൊന്നുമല്ല ഞാൻ. കോൺഗ്രസിൽ ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെ കാലം കഴിഞ്ഞെന്ന് കെ മുരളീധരൻ. താൻ ഇനി ഗ്രൂപ്പ് പ്രവർത്തനത്തിനില്ല, അതിനുള്ള ആരോഗ്യം പാർട്ടിക്കില്ലെന്നും മുരളീധരൻ പറഞ്ഞു. അല്ല, ഇപ്പോൾ ഗ്രൂപ്പ് ഏതാന്നുള്ള ആർക്കും അറിയില്ലല്ലോ. ഇപ്പോൾ അങ്ങനെ പ്രത്യക്ഷത്തിൽ അങ്ങനെ ഗ്രൂപ്പിൻ്റേതായിട്ടുള്ള ഒരു ലീഡർഷിപ്പും ഇല്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടി ഐ ഗ്രൂപ്പിനെ നയിച്ച കെ കരുണാകരനൊന്നുമില്ല, എ ഗ്രൂപ്പിനെ നയിച്ച ഉമ്മൻചാണ്ടി ഇന്നില്ല, എന്നുള്ള പേരിന് കാരണക്കാരനായിട്ടുള്ള AK ആന്റണി ഇന്ന് ഈ കാര്യങ്ങളൊന്നും തന്നെ ഇടപെടുന്നില്ല. അപ്പോൾ ഏതാണ് ഗ്രൂപ്പ്, എന്താണ് ഗ്രൂപ്പ് എന്ന് ഇപ്പോൾ ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഇന്ന ഗ്രൂപ്പാന്ന് പറയേണ്ട ആവശ്യം എന്താ? മാത്രമല്ല അങ്ങനെ ഒരു കമ്പാർട്ട്മെൻ്റായിട്ട് ഇനി വേർതിരിഞ്ഞ് പോകാനുള്ള ആരോഗ്യവും പാർട്ടിക്കില്ല. എന്തായാലും താങ്കൾ ഇനി ഒരു ഗ്രൂപ്പ് പറഞ്ഞൊരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് തീർച്ചയായും ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. വടകരയിൽ നിന്ന് തന്നെ താൻ ലോക്സഭയിലേക്ക് മത്സരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിച്ചത് തെറ്റായ തീരുമാനമായി. വടകരയിൽ ശ്രദ്ധ ചെലുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിയമസഭയിൽ 3 സീറ്റ് കൂടി നേടാൻ കഴിയുമായിരുന്നുവെന്നും മുരളീധരൻ വ്യക്തമാക്കി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നേമത്ത് മത്സരിക്കേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ എന്താ ഉണ്ടായെന്ന് പറഞ്ഞാൽ എൻ്റെ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ജയിക്കാവുന്ന 2-3 സീറ്റ് നഷ്ടപ്പെട്ടു. കാരണം ഒരു കോർഡിനേഷൻ ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ഞാൻ വടകരയിലെ എൻ്റെ 7 സ്ഥലത്തും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരു 2 സീറ്റ് മിനിമം UDF കിട്ടുമായിരുന്നു. ഇതിപ്പോൾ രമയിൽ മാത്രം ഒതുങ്ങി. രമയ്ക്കും ഉദ്ദേശ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. കാരണം എനിക്ക് 22,000 വോട്ട് ഭൂരിപക്ഷമാണ് വടകരയിൽ കിട്ടിയത്. രമ ജയിച്ച 6,000 ഇഷ്ടം വോട്ടിനാണ്. അപ്പോൾ അവിടെ ഒരു ക്വാളിറ്റി ചെയ്യാൻ ആളുണ്ടായിരുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ അതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. പാറയ്ക്കൽ അബ്ദുള്ള തോറ്റ് വെറും
392 വോട്ടിന്. അപ്പോൾ ഒരു തെറ്റായ തീരുമാനമായിരുന്നു യഥാർത്ഥത്തിൽ നിയമം. അല്ല, അതന്ന് നിയമത്ത് ഈ പറയുന്നത് പോലെ മറ്റേ കെട്ടിവെച്ച കാശ് പോയി UDFന് 2016 ഇലക്ഷനിൽ BJP ആയിട്ട് രഹസ്യധാരണ ഇങ്ങനെയൊക്കെ പ്രചരിപ്പിച്ചപ്പോഴാണ് എന്നോട് നിൽക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ഞാൻ തയ്യാറാണ്. അപ്പോൾ പക്ഷേ അതുകൊണ്ട് എന്ത് പറ്റി, അവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നു, മറ്റെവിടെയും പോകാൻ പറ്റിയില്ല. VM സുധീരനെ പിന്തുണച്ചും കെ മുരളീധരൻ. സുധീരൻ KPCC യോഗത്തിൽ പറഞ്ഞത് സുധാകരൻ പരസ്യമാക്കിയത് തെറ്റായിപ്പോയി. VM സുധീരനുമായി സഹകരണമില്ലെന്ന KPCC പ്രസിഡന്റിന്റെ നിലപാട് ശരിയല്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. കമ്മിറ്റിയിൽ പറയുമ്പോൾ പലതും TV വരുന്നു. അത് മൊത്തം ഇപ്പോൾ കോൺഗ്രസ്സിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏറ്റവും വലിയ കേഡർ പാർട്ടിയായിട്ടുള്ള CPMലെ ചർച്ചകൾ ഇന്ന് പുറത്തു വരികയാണ്. അപ്പോൾ അത് സ്വാഭാവികമാണ്. കോൺഗ്രസ് ആണെങ്കിൽ ആദ്യം എല്ലാ കാര്യവും പുറത്താണ്. പക്ഷേ എങ്കിലും പാർട്ടി വേദിയിൽ പറയുന്ന കാര്യങ്ങൾ കഴിയുന്നതും പുറത്ത് അറിയിക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് ആര് ചെയ്തു എന്ന് ഇപ്പോൾ പറയാൻ നിവർത്തിയില്ല. അപ്പോൾ സുധീരൻ പറയുന്ന അദ്ദേഹം കമ്മിറ്റിക്കകത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ പുറത്തു വന്നതിനെക്കുറിച്ച് KPCC പ്രസിഡൻ്റ് പരസ്യമായിട്ടുള്ള ചില കമൻറ്റുകൾ പറഞ്ഞു. ഞാൻ പറയുന്നത് എല്ലാം ഒഴിവാക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഒരാൾ ശരി വേറൊരാൾ തെറ്റെന്ന് പറയുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞതായിട്ടുള്ള വാർത്ത പുറത്തു വന്നാൽ നമ്മൾ അത്രയും ശക്തമായിട്ട് പ്രതികരിക്കേണ്ട കാര്യമില്ല. കാരണം കോൺഗ്രസ് പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രസിഡൻഷ്യൽ പാർട്ടിയാണ്. പലപ്പോഴും പ്രസിഡൻറ്റുമാരാണ്, അത് ബൂത്ത് പ്രസിഡൻറ്റ് മുതൽ KPCC പ്രസിഡൻറ്റ് വരെയുള്ളവർ നല്ലപോലെ ആത്മസമ്മാനം പാലിച്ചാലേ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ചില പരാമർശങ്ങളുണ്ടായി. അതിനെ തുടർന്ന് ദൗർഭാഗ്യകരമായിട്ടുള്ള ചില കാര്യങ്ങൾ പുറത്തു വന്നു. അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായം തന്നെ എനിക്കുള്ളത്. ഈ VM സുധീരനുമായി ഇനി ഒരു സഹകരണമില്ല എന്നൊരു ടോണിലാണ് കെ സുധാകരൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അങ്ങനെ ആരെയും നമ്മൾ തള്ളിക്കളയാൻ പാടില്ലല്ലോ. VM സുധീരൻ വളരെ കുട്ടിക്കാലം മുതൽക്ക് KSUവിലൂടെ രംഗത്ത് വന്നൊരു നേതാവാണ്. ചിലപ്പോൾ നമുക്ക് അദ്ദേഹം പറയുന്നതിനോട് വിയോജിപ്പുണ്ടാവും. അതേസമയത്ത് അയോധ്യയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ സ്വാഗതാർഹമാണ്. അത് ഞങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യം. അതിനെക്കുറിച്ച് ഹൈക്കമാൻഡ് പറഞ്ഞത് ഞങ്ങൾ തീരുമാനമെടുത്ത് അറിയിക്കും, നിങ്ങളുടെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്നു. നേതൃത്വത്തിന് വലിയ വിമർശനമാണ് കെ മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് അപ്പോൾ ഇമാതിരിയുള്ള പ്രധാനമന്ത്രിയാകുമ്പോൾ വേറെ പദമൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള പദമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കാൻ ഉത്തരവാദിത്തമുള്ള കേന്ദ്രം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ്, അവിടെ ഏജൻസികൾ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ട് ഒരു തരത്തിലുള്ള കൃത്യതയും കൈകാര്യം ചെയ്യാൻ സാധിക്കാതെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തിയിട്ട് ഇപ്പോഴും കേരളത്തിൽ വന്നിട്ട് ഏതോ ഓഫീസ് ഇതെല്ലാം സംരക്ഷിച്ച് നിങ്ങൾക്കറിയാലോ എന്ന് പറയുന്ന തികച്ചും തെറ്റായ നിലപാടാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയുടെ ഭാഗമായിട്ട് വന്നുചേർന്നിട്ടുള്ളത്. അദ്ദേഹമാണ് അതിൻ്റെ ഉത്തരവാദി. അവരാണത് കൈകാര്യം ചെയ്യേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി. പിന്നെ ഇവിടെ വലിയ കാര്യങ്ങളെ സംബന്ധിച്ച് സ്വന്തം നിയോജക മണ്ഡലത്തിൽ സ്വന്തം ഒപ്പം നടക്കുന്ന RSS BJP നേതാവ് ഇതിനിടയല്ലേ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇതിനിടയിൽ തന്നെയാണ് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയിട്ടുള്ള പെൺകുട്ടി അതിൻ്റെ ഭാഗമായിട്ട് കേസെടുക്കാൻ കൂട്ടാക്കിയിട്ടില്ല. എന്നിട്ട് കോടതിയിൽ പോയിട്ട് കേസെടുക്കേണ്ടി വന്നപ്പോഴാണ് RSSൻ്റെ വിപുലമായ ഒരു സഞ്ചയമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നിന്നത് പ്രവർത്തിച്ചത്, കൂട്ടബലാത്സംഗം ചെയ്തത് എന്നിപ്പോഴും പുറത്തു വന്ന വിവരം. മനസ്സോടെയാണ് അവർക്ക് അവസാനം അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. ഇമാതിരിയുള്ള കാര്യങ്ങൾ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ശേഷിയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെ വന്നിട്ട് ഇമാതിരിയുള്ള കാര്യങ്ങൾ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത് പരിതാപകരമാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. അതാ കാര്യം. കേരളം പിടിക്കാൻ വന്നതാണ്. കേരളം പിടിക്കാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടല്ലോ. മുമ്പ് എനിക്ക് ഒരു ഓർമ്മയുണ്ട്. മുഖ്യമന്ത്രി അതായത് പിണറായി മത്സരിക്കാൻ പോകുന്ന മണ്ഡലത്തിലൂടെ ഒരു പദയാത്ര നടത്താൻ തീരുമാനിച്ചു BJP നേതാവ് അമിത്ഷാ. എന്നിട്ട് എന്താ ആ മണ്ഡലത്തിൽ സംഭവിച്ചത്? അതുകൊണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾ മറുപടി പറയേണ്ട കാര്യമില്ല. അത് കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ് കൃത്യമായിട്ട് മറുപടി പറയുക. ഇപ്പോൾ തൃശ്ശൂർ പിടിക്കാനാണ് എന്നാണ് പറഞ്ഞ് നടക്കുന്നത്.
തൃശ്ശൂരൊന്നും തൊടാൻ പറ്റാത്ത അവസ്ഥ BJPക്ക് ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാവേണ്ട. കേരളത്തിലെ ഒരു പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു സീറ്റിലും BJP ജയിക്കാൻ പോകുന്നില്ല. ഇനി ഇവരെല്ലാം കൂടി ചേർന്ന് വന്നാലും ഒറ്റക്കൊറ്റയ്ക്ക് വന്നാലും ഈ കേരളത്തിലെ ജനങ്ങൾ ഉത്ബുദ്ധതയോടുകൂടി കൃത്യമായിട്ട് വോട്ടവകാശം രേഖപ്പെടുത്തുന്നവരാണ്. അത് ഇതേവരെ ചെയ്തിട്ടുണ്ട്, ഇനിയും അതേപോലെ തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഒന്നും ചെയ്തില്ല. അപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇതൊരു CPM BJP അന്തർധാര ഉള്ളതുകൊണ്ടാണ് ഇത് ഈ റെയ്ഡോ. എങ്കിൽ ഞാനിങ്ങനെ പറയില്ലല്ലോ. അതിനെ മറുപടി ഞാനിങ്ങനെ പറയില്ലല്ലോ. പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളും കൈകാര്യം ചെയ്യേണ്ടതിന് പകരം അത് വേറെ ആരെയോ തലയെ കെട്ടി വെക്കാനാണല്ലോ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തന്നെ ഭാഗമായിട്ടാണല്ലോ UDF-കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നും യാതൊരു അർത്ഥമില്ലാതെ ജൽപ്പനം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ നാഷണൽ ക്രൈം റിപ്പോർട്ട് ബ്യൂറോയുടെ ചില കണക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ പ്രസംഗിച്ചു. അത് പറയുന്നത് കേരളമാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരെ പീഡനമുള്ള സ്ഥലം, ഈ പറഞ്ഞ ഗാർഹിക പീഡനമുള്ള സ്ഥലം, നിരവധി ആരോപണങ്ങൾ പ്രധാനമന്ത്രി സാന്നിധ്യത്തിലാണ് BJPയുടെ സംസ്ഥാനം. പ്രധാനമന്ത്രി തന്നെ ഇങ്ങനെയാണ് പറയുന്നത്. പിന്നെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പറയുന്നതിൽ എന്താ കുഴപ്പം? ശുദ്ധ അസംബന്ധങ്ങളും കളവും പറയുകയാണ്. കളവ് പറയുക എന്നുള്ളത് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്രയാണ്. കള്ള പ്രചാരവേല നടത്തുക എന്നുള്ളത് ഏത് ഫാസിസ്റ്റുകളുടെയും സ്വഭാവമാണ്. ആ ഫാസിസ്റ്റുകളുടെ രീതി തന്നെയാണ് BJP കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് കേരളത്തിൻ്റെ അധ്യക്ഷനും പറഞ്ഞിട്ടുള്ളത്. അല്ല റിപ്പോർട്ടിൽ നിന്ന് മേലൊരു കള്ളാസെടുത്ത് പറയുക, എന്നിട്ട് ബാക്കി കാര്യത്തിൽ അദ്ദേഹം തന്നെ തയ്യാറാക്കി പറയുക. അതൊന്നും ശരിയായ നിലപാടല്ല. ഇതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാവും. ക്രമസമാധാനം ഏറ്റവും നന്നായിട്ട് നടക്കുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ്. പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ഇന്നലെ പങ്കെടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട വ്യക്തികൾക്കെല്ലാം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന യോഗമല്ലേ, പ്രധാനപ്പെട്ട ആളുകളെല്ലാം പങ്കെടുത്തോട്ടെ. നിങ്ങൾക്ക് ആർക്കുള്ളത്? അല്ല, അതൊക്കെ ശോഭനോട് ചോദിക്കേണ്ടതാണ്. ആയിക്കോട്ടെ എന്ന്, അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ലാന്ന്. പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ അവർ പങ്കെടുക്കണോ അവർ തീരുമാനിക്കേണ്ടതാണ്. അതുകൊണ്ട് കേരളീയ പദ്ധതി കേരളീയത്തിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്തതെല്ലാം തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? അവരെല്ലാം ഇനിയും ഈ കലാകാരന്മാരെയും സ്പോർട്സ് ഉൾപ്പെടെയുള്ള മേഖലയിലുള്ള ആളുകളെയെല്ലാം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അറകളിലേക്ക് തിരിക്കണ്ട. അത് നിങ്ങൾ അങ്ങനെ അതന്നെ ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങളിപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ടുള്ള യോഗങ്ങളിലും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട യോഗങ്ങളിലൊക്കെ ആളുകൾ പങ്കെടുക്കുന്നില്ലേ? അല്ല, ഇത് പാർട്ടി പരിപാടിയിലൊക്കെ പങ്കെടുപ്പിക്കുന്നു. ഇതല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞവർ പോവില്ല, തിരിച്ചറിയാത്തവർ പോവും. പിന്നെ തിരിച്ചറിയുമ്പോൾ ശരിയായ രീതിയിൽ നിലപാട് സ്വീകരിക്കും. ഞങ്ങൾ ഇവർ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിൽക്കുന്നു എന്ന് നോക്കിയിട്ടല്ല അംബാസഡറാക്കുക. അവരുടെ കഴിവാണ്. ശോഭനയെ പോലെയുള്ള ഒരു നർത്തകി, സിനിമാ മേഖലയിലെ ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ള ഒരു സ്ത്രീ, അവരെയൊന്നും BJPൻ്റെ അറയിലാക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അവരെവിടെ ഏത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായാലും അവരെല്ലാം ഈ കേരളത്തിൻ്റെ പൊതു സ്വത്താണ്. സുരേഷ് ഗോപിയെ ഉൾപ്പെടെ തന്നെയാണ്. എന്നാൽ ഞങ്ങൾക്ക് തർക്കമുള്ള അദ്ദേഹം പിന്നെ ഇതിലേക്ക് ചാടിപ്പോയി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അയാളെയും ബഹുമാനിക്കേണ്ട തന്നെയാണ്. പക്ഷേ അയാളെ ഇന്നത്തെ പെരുമാറ്റവും രീതിയും രൂപവും ഒന്നും ബഹുമാനിക്കാൻ പറ്റുന്ന രീതിയിലല്ലായിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ അംബാസഡർ ഒന്നും ആവാതെ. UDFൻ്റെ സമരനായിക പങ്കെടുത്തിട്ടുണ്ട്. ഇനി സമര നായകന്മാരാരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് നോക്കിയാൽ മതി. അല്ലേ? CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ സ്വർണ്ണക്കടത്ത് പരാമർശത്തിൽ വലിയ വിമർശനം ഉന്നയിക്കുന്നു. പ്രധാനമന്ത്രി പറയേണ്ടതാണോ ഇത് എന്ന് ചോദിക്കുന്നു. അതിനൊക്കെ ഉത്തരവാദി അവർ തന്നെയാണ് എന്നതും പറയുന്നു. BJP ഒരു പാർലമെന്റ് മണ്ഡലത്തിലും കേരളത്തിൽ ജയിക്കാൻ പോകുന്നില്ല. തൃശ്ശൂർ എടുക്കാൻ പോയിട്ട് തൊടാൻ പോലും കഴിയില്ല എന്നും MV ഗോവിന്ദൻ പറയുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തേക്കിൻകാട് മൈതാനത്തെ ആൽമരം വെട്ടിയതിനെ ചൊല്ലി വിവാദം. ക്ഷേത്രത്തിന് സമീപത്തെ പൈതൃക മരങ്ങളുടെ കൂറ്റൻ ചില്ലകളാണ് വെട്ടിമാറ്റിയത്. പരമശിവന്റെ ജഡയായി കരുതുന്ന തേക്കിൻകാട് മൈതാനത്തിലെ ആൽമരങ്ങൾ മുറിക്കുന്നതിനെതിരെ നേരത്തെ BJP രംഗത്ത് വന്നിരുന്നു. വിഷയത്തിൽ ദേവസ്വം ബോർഡിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. ഏത് നേതാവും പരിപാടി, CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ആത്മീയ നേതാക്കന്മാരായിക്കോട്ടെ, അവരൊന്ന് പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ പതിറ്റാണ്ട് പഴക്കമുള്ള വൃക്ഷങ്ങളുടെ ശിഖകൾ മുറിച്ചു മാറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഹിന്ദുത്വത്തിന്റെ ഹോൾസെയിൽ ഡീലറായ നരേന്ദ്രമോദി മണ്ണിലേക്ക് വന്നപ്പോൾ ഈ ആൽമരം നിരവധി വിശ്വാസികൾ വലം വയ്ക്കുന്ന, നിരവധി വിശ്വാസികൾ വിളക്ക് വയ്ക്കുന്ന ഒരു ആൽമരമാണ്. അതിന്റെ ശിഖകൾ അറുത്തു മാറ്റുന്ന സാഹചര്യമായി ഉണ്ടായത്.
പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയിൽ ചാണകവെള്ളം തളിക്കാൻ എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബിജെപി പ്രവർത്തകർ തടഞ്ഞത് സംഘർഷത്തിന് കാരണമായി. മോദിക്ക് വേദിയൊരുക്കാനായി വടക്കുംനാഥ ക്ഷേത്രത്തിന് സമീപത്തെ ആൽമരത്തിന്റെ ശിഖരം മുറിച്ചതിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് പ്രതികരിച്ചു. പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ചാണകവെള്ളം തളിക്കാൻ അവസരം ഒരുക്കി കൊടുത്തു എന്നാണ് ബിജെപിയുടെ ആരോപണം. ചാണകവെള്ളത്തിൽ കുളിപ്പിക്കും ഞങ്ങൾ പ്രതാപനെ. എന്തൊരു അസൂയാണ്. ഇന്ത്യ അസഹിഷ്ണുത പ്രധാനമന്ത്രിക്ക് ഒന്ന് പ്രസംഗിക്കാൻ പാടില്ലേ? ഇവിടെ തൃശൂർ പൂരത്തിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ജനക്കൂട്ടാണ്. അതിലുള്ള അസൂയ, അസഹിഷ്ണുത, അതല്ലാതെ എന്താണ്? ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്? ഇവിടെ എന്ത് പ്രശ്നം? ഒരു ക്രമസമാധാന പ്രശ്നമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ വളരെ സമാധാനപരമായി ഇവിടെ വന്നുപോയി. അവിടെ ഒരു പ്രശ്നമില്ലാത്ത സ്ഥലത്ത് മനഃപൂർവ്വം കലാപുണ്ടാക്കുക. ഇത് പ്രതാപന്റെ അസഹിഷ്ണുത തോൽവി ഉറപ്പിച്ചു. തോൽക്കുമെന്ന് ഉറപ്പായി. അപ്പൊ ഏത് വിധേനയും ഇവിടെ കലാപം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രതാപന് ഗൂഢാലോചനയാണ്. പ്രതാപനും അലവിയും ചേർന്ന് നടത്തിയിട്ടുള്ള ഗൂഢാലോചനയാണ്. എസ് വിനേഷ് കുമാറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനേഷ്, മോദി വന്ന് മടങ്ങിയതിന് പിന്നാലെയാണ് ആൽമരത്തിന്റെ ശിഖരം വെട്ടിയതിനെതിരായ വിവാദവും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ബിജെപി പ്രവർത്തകർ തമ്മിൽ സംഘർഷത്തിന്റെ വക്കുവരെ എത്തിയ പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകുന്നത്. തുടർ പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ, അതോ പ്രശ്നപരിഹാരത്തിനുള്ള നീക്കങ്ങളാണോ നടക്കുന്നത്? രേണുക, ഈ വിവാദം ഇത് വെട്ടിയ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ പൂർണ്ണമായും SPGയുടെ ഒരു നിയന്ത്രണത്തിലായതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് ആർക്കും കടക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് തന്നെയുള്ള ഒരു മരമാണ്. ഇത് മുമ്പും ഇതുപോലെ തന്നെ ഈ പൂരത്തിനോടനുബന്ധിച്ച് ഇതിൻ്റെ ചില്ലകൾ വെട്ടിമാറ്റാനുള്ളൊരു നീക്കം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സമയത്ത് അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നത് BJP ആയിരുന്നു. അതായത് ശിവന്റെ ജഡയായി വിശ്വാസികൾ കാണുന്നതാണ്. ഒരു കാരണവശാലും ഇതിൻ്റെ ശിഖരങ്ങൾ വെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് രംഗത്ത് വന്നത് ഒരു തവണയല്ല, പലതവണ BJP ഇതിനെതിരെ രംഗത്ത് വന്നതാണ്. പക്ഷേ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന മഹിളാ സമ്മേളനത്തിൻ്റെ സുരക്ഷയുടെ ഭാഗമായി ഇത് നിൽക്കുന്ന, അതായത് ഈ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്താണ് ഇത് നിൽക്കുന്നത്. ഇതിൻ്റെ അടുത്തായിട്ടാണ് ഈ തേക്കിൻകാട് മൈതാനിയിലുള്ള ഈ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സ്റ്റേജ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിന് സമീപമുള്ള ചില്ലയാണ് വെട്ടിമാറ്റിയിട്ടുള്ളത്. നമുക്കറിയാം, നിരവധി ആളുകൾ അവിടെ ഇരിക്കുന്നതാണ്. ഒപ്പം തന്നെ വിശ്വാസികൾ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ളത് കൊണ്ട് തന്നെ വലിയ വിശ്വാസം ഈ ഒരു ആലിനോടും കാണിക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയായി എന്ന് തന്നെയാണ് ഇന്നലെ മുതൽ തന്നെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടുന്ന് കേൾക്കാമായിരുന്നു. കാരണം ഇത് ഒരു കാരണവശാലും ഇതിൻ്റെ ശിഖരങ്ങൾ വെട്ടാൻ പാടില്ല. കാരണം ഇത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതാണ്, ആളുകൾ അതിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നതാണ്. മാത്രമല്ല ഇത് ഒരു പൈതൃക മരമായി സംരക്ഷിച്ചു പോരുന്നതാണ്. ഈ ദേവസ്വം ബോർഡ് ഇത് കൃത്യമായി തന്നെ പറയുന്നതാണ്. ഒരു കാരണവശാലും ഇതിൻ്റെ ഒരു ചില്ലയുടെ ഒരു കഷ്ണം പോലും വെട്ടാൻ പാടില്ല എന്ന് പറയുമ്പോഴാണ് പ്രധാനമന്ത്രിക്ക് പങ്കെടുക്കാനുള്ള പരിപാടിക്ക് വേണ്ടി ഇതിൻ്റെ ശിഖരങ്ങൾ, വലിയ ശിഖരങ്ങൾ, കൂറ്റൻ ശിഖരങ്ങൾ തന്നെ പൂർണ്ണമായും മുറിച്ചു നീക്കിയിട്ടുള്ളത്. ഇതാണ് വിവാദത്തിന് കാരണമായത്. ഇന്നലെ തന്നെ ഈ പരിപാടി കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഇത് വലിയ വിവാദമായിരുന്നു. തുടർന്നാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇങ്ങോട്ട് മാർച്ച് നടത്തിയത്. ഇവിടെ പിന്നീട് അത് സംഘർഷത്തിലേക്ക് കലാശിച്ചു. ഇത് മാത്രമല്ല, ഈ മരം മുറിച്ചത് മാത്രമല്ല, ഇവിടെ ചാണകവെള്ളം കലക്കി ഒഴിക്കാനുള്ളൊരു ശ്രമം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അതായത് പ്രധാനമന്ത്രി പങ്കെടുത്ത വേദി, ഈ വേദിയോട് ചേർന്നുള്ള സ്ഥലത്ത് ഇത് തടയാൻ ഈ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഈ നീക്കം തടയാൻ BJP പ്രവർത്തകർ തയ്യാറായി. അങ്ങനെ BJP പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കല്ലേറുണ്ടായി. തുടർന്നാണ് സംഘർഷഭരിതമായത്. ഉടൻ തന്നെ പോലീസ് എത്തി ഇരുകൂട്ടരെയും മാറ്റുകയായിരുന്നു ഇവിടെ ഉണ്ടായത്. അതിനുശേഷവും സംഘർഷം കുറച്ച് സമയം തുടർന്നു. എന്തായാലും സ്ഥലത്തിപ്പോൾ വൻ പോലീസ് സന്നാഹം തന്നെയുണ്ട്. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഇവിടെ ഏർപ്പെടുത്തിയത്. തീർച്ചയായും വിനേഷ്, ഇതിപ്പോൾ ദേവസ്വം ബോർഡിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വലിയ ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഈ വിഷയത്തിൽ ലഭ്യമായിട്ടുണ്ടോ? ദേവസ്വം ബോർഡ് അധികൃതരാരും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ താല്പര്യമില്ലെന്ന് നേരത്തെ പറഞ്ഞതാണ്. കാരണം ഇത് കഴിഞ്ഞ ദിവസം, അതായത് മിനിയാന്നാണ് ഇത് വെട്ടുന്നത്. വെട്ടിയതിന് പിന്നാലെ തന്നെ ഇത് ഈ SPGയുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ ആ സ്ഥലമായതിനു ശേഷമാണ് ഇത് വെട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും അങ്ങോട്ട് പോകാനോ ഇത് പരിശോധിക്കാനോ പറ്റിയൊരു സാഹചര്യമായിരുന്നില്ല. കാരണം ആരെയും ആ ഭാഗത്തേക്ക് അങ്ങനെ കടത്തി വിട്ടിട്ടില്ലായിരുന്നു. കൃത്യമായ പരിശോധനകൾ നടത്തിയ ശേഷമാണ് മാധ്യമപ്രവർത്തകർക്ക് പോലും ഈ പ്രദേശത്തേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇത് വെട്ടിയിരിക്കുന്നത്. എന്തായാലും ദേവസ്വം ബോർഡിന്റെ അനുമതി ഇല്ലാതെ
സ്വന്തം ഇഷ്ടപ്രകാരം എന്തായാലും സംഘാടകർ ഇത് ചെയ്യില്ല. ദേവസ്വം ബോർഡിൻ്റെ അനുമതി ഇല്ലാതെ ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പാടില്ല, ചെയ്യാവുന്നതല്ല. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ പൂരവുമായി ബന്ധപ്പെട്ട് മറ്റു പരിപാടികൾക്കുമെല്ലാം ഇതിൻ്റെ ചെറിയ ചില്ലകൾ വെട്ടാനുള്ള ഒരു ശ്രമം പോലും ഉണ്ടായപ്പോൾ അതിന് ദേവസ്വം ബോർഡ് ശക്തിയുക്തം എതിർത്തതാണ്. അവർക്ക് അന്ന് ദേവസ്വം ബോർഡിന് പിന്തുണയുമായി BJP രംഗത്ത് വന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ വലിയ ശിഖരങ്ങൾ തന്നെ മുറിച്ചു മാറ്റിയതോടുകൂടി ദേവസ്വം ബോർഡിനെതിരെ കോൺഗ്രസ് തിരിഞ്ഞിട്ടുണ്ട്. കാരണം ദേവസ്വം ബോർഡിൻ്റെ അനുമതിയോടുകൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം ഈ സ്ഥലങ്ങളിൽ നിരവധി ആലുകളുള്ളൊരു സ്ഥലമാണ്. ചുറ്റുഭാഗവും അത് തേക്കിൻകാട് മൈതാനിയുടെ ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗവും പലയിടത്തായി പല മണികണ്ഠൻ ആൽ, അതുപോലെ തന്നെ നായക്കൻ ആൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആലുകളുണ്ട്. ഇതെല്ലാം ഒരു പൈതൃക മരമായി തന്നെ സംരക്ഷിച്ചു പോരുന്നതാണ്. പക്ഷേ ഈ നായക്കനാൽ എന്ന് പറയുന്ന ആലിൻ്റെ, അതായത് ഈ വടക്കുനാഥ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാഗത്ത് തന്നെ കാണുന്ന വലിയൊരു ആലാണ്. അത് വലിയ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു സംരക്ഷിത മരമാണ്. ഇതാണ് ഈ ഒരു പൈതൃക മരമാണ് ഇത്തരത്തിൽ ഈ പരിപാടിക്ക് വേണ്ടി വെട്ടിയിരിക്കുന്നത്. ഇതാണ് വിവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ശരി, എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തെ പരിഹസിച്ച മന്ത്രി കെ രാജൻ. മോദിക്ക് തൃശൂർ കാണാൻ കഴിഞ്ഞതായും തട്ടുകടക്കാർക്കുൾപ്പെടെ നല്ല കച്ചവടം നടന്നതായും കെ രാജൻ പറഞ്ഞു. സ്വർണ്ണക്കടത്ത് ഓഫീസ് എല്ലാവർക്കും അറിയാമെന്ന പ്രധാനമന്ത്രിയുടെ ആരോപണത്തിനും മന്ത്രി മറുപടി പറഞ്ഞു. മോദിയുടെ വരവിന് നന്ദി. മോദിക്ക് തൃശ്ശൂർ ഒന്ന് കാണാനായി എന്ന് മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ സന്തോഷം തട്ടുകടക്കാർ മുതൽ കൊച്ചു കൊച്ചു കച്ചവടം നടത്തിയവർക്കൊക്കെ മോദിയുടെ വരവ് ഒരു ആഘോഷമായി. നല്ല കച്ചവടം നടന്നു തൃശ്ശൂർ. പ്രധാനമന്ത്രിയിൽ നിന്ന് അവിടെ കൂടിയ രാഷ്ട്രീയ ഭേദമന്യേ സ്ത്രീകളെങ്കിലും പ്രതീക്ഷിച്ച് കാണും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പറഞ്ഞില്ല. മണിപ്പൂരിൽ ആൾക്കൂട്ടാക്രമണത്തിനിടയിൽ നഗ്നരായി ഓടിപ്പോയ 2 സ്ത്രീകൾ ഏതെങ്കിലും 2 സ്ത്രീകളല്ല, ഏതെങ്കിലും വിഭാഗത്തെ പ്രതിനിധീകരിച്ചവരല്ല. 142 കോടി ഇന്ത്യക്കാരിൽ ഇന്ത്യയിലെ സ്ത്രീകളെ പ്രതിനിധീകരിക്കുന്ന 2 പേർ. അവരനുഭവിച്ച കഠിന വേദന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോൾ, വടക്കുന്നാഥൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്ന് ഏറ്റുപറഞ്ഞ് ഒരു മാപ്പെങ്കിലും പറയാമായിരുന്നു. പ്രധാനമന്ത്രി ഇതിനു മുമ്പ് വന്നപ്പോൾ പറഞ്ഞു, സ്വർണ്ണക്കടത്ത് നടക്കുന്നത് EDയും എൻഫോഴ്സ്മെൻറ്റും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള എല്ലാ ആറാട്ടും നടത്തിയിട്ടും 7.5 കൊല്ലമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ ഒന്ന് സ്പർശിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. തികച്ചും തെറ്റായ വിധത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി അപകടകരമായിട്ടുള്ള ചില വർത്തമാനങ്ങൾ, അപസർപ്പക കഥകൾ, ഞങ്ങളിതിനെ ഭയപ്പെടുന്നില്ല. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ ബിഷപ്പുമാർ പങ്കെടുക്കുന്നതിൽ തെറ്റില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വിരുന്ന് കഴിഞ്ഞ് വിചാരധാര വായിക്കേണ്ടതായിരുന്നു. വിമർശനം തെറ്റല്ല, പക്ഷേ വിമർശിക്കുന്ന ഭാഷ പ്രധാനമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ബിഷപ്പുമാർ മോദിയുടെ വീട്ടിൽ ലഞ്ചിന് പോയി പങ്കെടുക്കവേ അതേപ്പറ്റി ആദ്യമായി ഒരു ട്വീറ്റ് ചെയ്ത രാഷ്ട്രീയ പ്രവർത്തകൻ ഇന്ത്യയിൽ ഞാനാണ്. ആ ലഞ്ച് നടക്കും. ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്: ആദരണീയരായ ബിഷപ്പുമാർ ലഞ്ച് കഴിഞ്ഞ് മടങ്ങി വന്നിട്ടെങ്കിലും വിചാരധാര വായിക്കട്ടെ. അതിൽ ഇന്ത്യയുടെ ആഭ്യന്തര വെല്ലുവിളി എന്ന തലക്കെട്ടിന് താഴെ രണ്ടാമതായി പറയുന്ന വെല്ലുവിളിയാണ് ക്രിസ്ത്യാനികൾ. ആ ഭാഗം വായിച്ചാൽ അവർക്ക് മനസ്സിലാകും വിരുന്നിന് വിളിച്ച ഈ ആൾ ആരാണെന്ന് മനസ്സിലാകും. വോൾവാക്കർ എന്ന് പറയുന്ന ആൾ മോദിയുടെ BJPയുടെ എല്ലാം ആത്മീയ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ വാക്കാണത്. സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയെന്ന് പ്രധാനമന്ത്രിക്ക് ബോധ്യമുള്ള ഒരു ഓഫീസിനെ എന്തുകൊണ്ടാണ് വെറുതെ വിട്ടതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. BJP ഇതര മുഖ്യമന്ത്രിമാരുടെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തുന്നവർ കേരളത്തിൽ സന്ധി ചെയ്തതെന്തിനെന്നും സതീശൻ ചോദിച്ചു. കരുവന്നൂരിലെ അന്വേഷണം അട്ടിമറിച്ച് BJPയെ വിജയിപ്പിക്കാൻ CPMഉം സംഘപരിവാറും തമ്മിൽ ഗൂഢാലോചനയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കൊല്ലോത്സവം തുടങ്ങി. കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം GTechൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. 1.5 പതിറ്റാണ്ടിന് ശേഷം കൊല്ലത്ത് കലയുടെ അരങ്ങുണർന്നു.
ഇനി 5 നാൾ കേരളത്തിന്റെ കണ്ണും കാതും കൊല്ലത്തെ 24 വേദികളിലേക്കാണ്. അനാവശ്യ മത്സര ബോധം കൊണ്ട് കൌമാര മനസ്സുകൾ കലുഷിതമാക്കരുതെന്ന് കലോത്സവം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു. പതിനഞ്ച് വർഷത്തിന് ശേഷം കൌമാരമാമാങ്കത്തിന് കൊല്ലം വേദിയാകുകയാണ്. ആശ്രാമം മൈതാനത്തെ പ്രധാന വേദിയായ ONV സ്മൃതിവേദിയിൽ കാസർഗോഡ് നിന്നുള്ള വിദ്യാർത്ഥികളുടെ മംഗലം കളിയോടെയും നടി ആശാ ശരത്തിന്റെയും സംഘത്തിന്റെയും നൃത്തശില്പത്തോടെയുമുള്ള ഉദ്ഘാടന ചടങ്ങ് പ്രൗഢഗംഭീരമായിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിതെളിച്ച് 62ാമത് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. രക്ഷകർത്താക്കൾ അവരുടെ മത്സരമായി കലോത്സവത്തെ കാണരുതെന്നും കല പോയിന്റ് നേടാനുള്ള ഉപാധിയെന്ന് കരുതുന്ന രീതി ഉപേക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി. ഒരു കാര്യം എല്ലാവരും ഓർക്കണം, പങ്കെടുക്കലാണ് ഏറ്റവും പ്രധാനം. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും എല്ലാം ഒരുപോലെ ഉണ്ടാകും. ഇത് കൗമാര മനസ്സുകളുടെ ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ ആ മനസ്സുകളെ അനാരോഗ്യകരമായ മാത്സര്യബോധം കൊണ്ട് കലുഷിതമാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. കുട്ടികളുടെ കലോത്സവമാണ് എന്നത് ആവർത്തിച്ച് ഒന്നുകൂടി പറയട്ടെ. 5 ദിവസം കൊണ്ട് 24 വേദികളിലായി 239 ഇനങ്ങളിൽ കൌമാര പ്രതിഭകൾ മാറ്റുരയ്ക്കും. ഏതാണ്ട് 14,000 കലാപ്രതിഭകളാണ് പങ്കെടുക്കുക. ഇനി 5 നാൾ കേരളത്തിന്റെ കണ്ണും കാതും കൊല്ലത്തെ 24 വേദികളിലേക്കാണ്. ഓരോ പോയിന്റും കണ്ണും നട്ട് വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുമ്പോൾ കൊല്ലത്ത് ആവേശം പൊടിപൊടിക്കും. കലോത്സവ വേദിയിൽ നിന്നും ടീം ന്യൂസ് 18. കൊല്ലം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 50ഓളം കുട്ടികളാണ് സ്കൂൾ കലോത്സവത്തിലെ സ്വാഗത നൃത്തശില്പം അവിസ്മരണീയമാക്കിയത്. ചലച്ചിത്ര താരം ആശാ ശരത്തിനൊപ്പം ചേർന്ന് എല്ലാവരുടെയും മനം കവർന്നാണ് കലാമാമാങ്കത്തിന് അവർ വർണ്ണാഭ തുടക്കമിട്ടത്. പ്രമുഖ കൊറിയോഗ്രാഫർ ബിജു ധ്വനി തരംഗാണ് നൃത്തം ചിട്ടപ്പെടുത്തിയത്. എൽദോ പോൾ പുതുശ്ശേരിയുടെ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് അത് ഗംഭീര തുടക്കമായിരുന്നു. ആ ഗംഭീര തുടക്കത്തെ ഏറ്റവും നിറമാർന്നതാക്കിയത്
ഈ നിൽക്കുന്ന കുരുന്നു പ്രതിഭകളാണ്. എന്തുകൊണ്ടാണ് അവർ സ്വാഗത നൃത്തമൊരുക്കിയത്? ആശ ശരത്ത്, പ്രമുഖ നടി, നർത്തകി, ഇവർക്കൊപ്പം ചേർന്ന് ഇവരങ്ങ് ആ സ്റ്റേഡിയത്തിലെ പ്രധാന വേദിയെ അക്ഷരാർത്ഥത്തിൽ ഹരം കൊള്ളിച്ചു. അല്ലെങ്കിൽ കൊല്ലത്തിന്റെ ഒരു സാംസ്കാരിക തനിമയെ വിളിച്ചു തരത്തിൽ അവർ ഭംഗിയായി കൈകാര്യം ചെയ്യുകയും ചെയ്തു. നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് പെർഫോമൻസ്? ഈ ആശ ശരത്ത് എങ്ങനെയാ എല്ലാ ദിവസവും നിങ്ങളോടൊപ്പം ഈ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ വരുമായിരുന്നു? ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. തലേ ദിവസമാണ് ഒരു ദിവസം വരുത്തോളം വന്നു, പക്ഷെ മാം തലേ ദിവസം വന്ന് ഞങ്ങളുടെ കൂടെ പ്രാക്ടീസിനൊക്കെ 2 ദിവസം പ്രാക്ടീസിനൊക്കെ നിന്ന് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആണ് മാമിന്റെ കൂടെ കളിക്കാൻ പറ്റിയത്. ഓക്കെ, ബിജു ധ്വനി തരംഗ് എന്ന നൃത്ത അധ്യാപകനാണ് ഇതിന്റെ കോറിയോഗ്രാഫി ചെയ്തത്. അപ്പോൾ ഇതിന്റെ ഒരു തീം എന്തായിരുന്നു? തീം എല്ലാ കലാരൂപങ്ങളും ഒന്നിച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രേക്ഷകരെ കാണിക്കുകയാണ്. ഓക്കെ, ഈ ആശാശരത്തിന്റെ കൂടെ എങ്ങനെ പെർഫോം ചെയ്യാൻ പേടിയുണ്ടായിരുന്നോ? ഒട്ടും പേടി തോന്നില്ലേ? വലിയ പെർഫോമർ അല്ലേ അപ്പോഴോ? ഇല്ല, ഇവിടെ പേടിയുണ്ടായിരുന്നോ? ചെറിയ ടെൻഷൻ. എന്റെ ടെൻഷൻ എങ്ങനെ മാറി? വന്നപ്പോ മാം നല്ല ഫ്രണ്ട്ലിയാണ്, മാം തന്നെ മാറ്റി തന്നു. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ആശാശരൻ? ഇവരൊക്കെ ഈ പല നൃത്ത ഇനങ്ങളിലായി ഈ കൊല്ലം ജില്ലാ കലോത്സവങ്ങളിൽ 1ാം സ്ഥാനവും എ കിട്ടിയവരാണ് നിങ്ങൾ എല്ലാവരും അല്ലേ? പല പല സ്കൂൾ, എത്ര സ്കൂളിൽ കുട്ടികളുണ്ട് ഇവിടെ? ഏതാണ്ട് കുറെ സ്കൂളിലെ കുട്ടികളുണ്ട്. ഏതായിരുന്നു മോളുടെ ഐറ്റം ജില്ലയില്? കുച്ചിപ്പുടി, കേരള നടനം. ഇവിടെയോ? ഭരതനാട്യം. ഞാൻ ഭരതനാട്യം, കുച്ചിപ്പുടി, കേരള നടനം. 3 നർത്തകനാണല്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെ ഈ കൊല്ലത്തെ ഈ കലോത്സവം കലക്കോ? ഈ കൊല്ലം കണ്ടവർക്ക് ഇല്ലം വേണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ? ഞാനൊക്കെ വേറെ ജില്ലയിൽ നിന്ന് വന്നാ എനിക്കൊക്കെ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരുമോ? കൊല്ലം അടിപൊളിയാണോ? ഉറപ്പ്? അപ്പൊ നിങ്ങളുടെ മത്സരങ്ങളൊക്കെ എന്നൊക്കെ ഇനി നിങ്ങളുടെ മത്സരം എന്നാ? എനിക്ക് മത്സരം ഇല്ല. ഓക്കെ, മോന് മത്സരം ഉണ്ടോ? ഇല്ല. ഇവിടെ സ്റ്റേറ്റ് മത്സരം ഉണ്ടോ? ഈ സ്റ്റേറ്റിൽ ഇനി കലോത്സവ വേദിയിൽ മത്സരിക്കാനുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിൽ? 1, 2, 3, 4, 5, 6, 7 പേരുണ്ട്. ഓക്കെ, എന്നാ മത്സരം? കേരളം 6ാം തീയതി. ഇവിടെയോ? നാളെ മോഹിനിയാട്ടം. നാളെ ഉണ്ടോ? 7ാം തീയതി. അപ്പൊ മത്സരിക്കാനുള്ള എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു അടിപൊളി കൊല്ലം, കലക്കൻ കൊല്ലം പറയാം. അല്ല വേണ്ട, കലകലാരവം എന്ന് പറയാൻ പറ്റുമോ? കലകലകലയല്ല, കലകലാരവം. കൊല്ലത്ത് കലകലാരവം. ഉറക്കെ പറ, ക്യാമറ നോക്കി. കൊല്ലത്ത് കലകലകലമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഈ കുട്ടികൾ അടിപൊളിയായിരുന്നു. ഗംഭീരമായിട്ടാണ് ഈ സ്റ്റേജിനെ ആദ്യ ദിനം അസാധ്യമാക്കിയത്. മനോഹരമായിട്ടുള്ള പെർഫോമൻസ് ആശാ ശരത്തിനൊപ്പം ഈ കുട്ടികൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം ന്യൂസ് 18. എന്താ ടീച്ചർ, എന്താ പ്രശ്നം? എന്താ ടീച്ചർക്ക് എന്താ കുഴപ്പം? 2 ദിവസം കൊണ്ട് ഞങ്ങൾ 2 ദിവസം കൊണ്ട് പഠിപ്പിച്ചു തീർത്തു മൊത്തം? 2 ദിവസം കൊണ്ട് നമുക്ക് വീഡിയോസ് എല്ലാം അയച്ചു തന്നു. കുട്ടികളെല്ലാം നല്ല മികച്ച നൃത്തരംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന കുട്ടികളായതുകൊണ്ട് 2 ദിവസം കൊണ്ട് ഫുള്ള് പഠിച്ചു. അപ്പൊ കോറിയോഗ്രാഫി ചെയ്ത ബിജു സാറ് വീഡിയോസ് അയച്ചു തന്നു, ടീച്ചറാണത് എക്സിക്യൂട്ട് ചെയ്തത്? അതെ. പിന്നെ ഫോർമേഷൻ എല്ലാം സാറ് വന്നിട്ട് ചെയ്ത്. ഞാനിത് ടീച്ചറാണെന്ന് കരുതിയില്ല, കുട്ടിയാണെന്ന് കരുതിയില്ലേ മാറുന്നത്. ടീച്ചർ എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ RLV MA മോഹിനിയാട്ടം കഴിഞ്ഞിട്ട് ഇപ്പം പഠിപ്പിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 5ല്. അപ്പൊ ടീച്ചറെ പരിചയപ്പെടുത്തിയല്ലോ, സന്തോഷമായല്ലോ. ഇനി എനിക്ക് സൈൻ ഓഫ് ചെയ്യാലോ? ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം എൽദോപ്പോൾ പുതുശ്ശേരി, ന്യൂസ് 18. കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. ഇടുക്കിയിൽ നിന്നും ഡീൻ കുര്യാക്കോസ് MP, ന്യൂസ് 18 വേണ്ടി. ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം തുടരുന്നു. മകരവിളക്കിന് മുന്നോടിയായി എത്തുന്നവരുടെ തിരക്കാണ് സന്നിധാനത്ത്. മകരവിളക്കൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം ചേർന്നു. അതേസമയം കഴിഞ്ഞ 5 ദിവസങ്ങളായി തുടരുന്ന അരവണ വിതരണത്തിലെ പ്രതിസന്ധിക്ക് ഇന്നും പരിഹാരമായില്ല. സജീവ് സി വാര്യർ വിവരങ്ങളുമായി അവിടെ നിന്ന് ചേരുകയാണ്.
സജീവ്, വലിയ തിരക്ക് ഇന്നും അനുഭവപ്പെടുന്നു എന്നതാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. മകരവിളക്കിനുള്ള ഒരുക്കങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഒപ്പം ഈ പ്രതിസന്ധി, അരവണ വിതരണത്തിലെ പ്രതിസന്ധി എന്താണ്? എന്ത് പരിഹാര മാർഗമാണ് ദേവസ്വം ബോർഡ് തേടുന്നത്? രേണുക, തീർത്ഥാടകരുടെ വലിയ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. പമ്പയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ശരണ വഴികളിലെല്ലാം തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് തീർത്ഥാടകരുടെ പ്രവാഹമുള്ളത്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, ഇപ്പോൾ 1 മണിക്ക് നടയടച്ചിരിക്കുകയാണ്. 3 മണി വരെ നടയടച്ചിരിക്കുന്നു. ഈ സമയത്തും 18-ാം പടി കയറി തീർത്ഥാടകർ അകത്ത് എത്തുന്നൊരു സാഹചര്യമാണ്. അതേസമയം ആളുകളെ കയറ്റിവിടുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതോടൊപ്പം തന്നെ 1 ലക്ഷത്തിലേറെ പേർ ഓരോ ദിവസവും മല കയറുന്നു എന്നാണ് കണക്കുകൾ. കഴിഞ്ഞ 5 ദിവസങ്ങളായി 5 ലക്ഷത്തിലേറെ പേർ 18-ാം പടി ചവിട്ടി എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. അതേസമയം അരവണ വിതരണത്തിലെ ഒരു പ്രതിസന്ധിയാണ് ഒരു പ്രധാന പ്രശ്നം. ഇതാണ് കഴിഞ്ഞ 5 ദിവസങ്ങളായി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 ലക്ഷം ടിന്നുകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. 4 ലക്ഷം ടിന്നിൻ്റെ ആവശ്യകതയാണ് ഓരോ ദിവസവുമുള്ളത്. അത്രയും ടിന്നുകൾ വിതരണം ചെയ്യാൻ പുതുതായി കരാറെടുത്ത കമ്പനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് ഇന്നലത്തോടുകൂടി ആ പ്രശ്നം പരിഹരിക്കുമെന്നും ഇന്ന് മുതൽ അരവണ ആവശ്യക്കാർക്ക് ആവശ്യത്തിനനുസരിച്ച് ലഭ്യമാക്കുമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴും ഒരാൾക്ക് 2 ടിൻ എന്ന നിലയിൽ മാത്രമാണ് വിതരണം ചെയ്യുന്നത്. ഇത് ചെറിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കും കാരണമാകുന്നുണ്ട്. അതേസമയം മകരവിളക്കിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. അതുകൊണ്ട് തന്നെ മകരവിളക്ക് ദർശനത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളും അതുപോലെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഇപ്പോൾ സന്നിധാനത്തും പമ്പ വരെയുള്ള മേഖലയിലുമെല്ലാം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല ഉദ്യോഗസ്ഥ യോഗം ചേർന്നിരുന്നു. ഇന്നലെ കടകളിലും ഹോട്ടലുകളിലും ഈ പരിസര പ്രദേശങ്ങളിലും എല്ലാം പരിശോധനയും വിലയിരുത്തലും എല്ലാം ഉണ്ടായി. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും സന്നിധാനത്ത് നടക്കുന്നുണ്ട്. അതേസമയം ഭക്തരുടെ പ്രവാഹം തുടരുകയുമാണ് ഇപ്പോൾ. രേണുക. ശരി, സജീവ് സി വാര്യരാണ് വിവരങ്ങൾ നൽകിയത്. അയോധ്യ രാമക്ഷേത്രം ബോംബ് വെച്ച് തകർക്കുമെന്ന് ഭീഷണി മുഴക്കിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. തഹർ സിംഗ്, ഓം പ്രകാശ് മിശ്ര എന്നിവരാണ് ലക്നൌവിൽ നിന്ന് പിടിയിലായത്. UP സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഡിസംബർ 27-ന് സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇവർ ഭീഷണി മുഴക്കിയത്. അയോധ്യ ക്ഷേത്രം ബോംബ് വെച്ച് തകർക്കുമെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വധിക്കുമെന്നുമായിരുന്നു ഭീഷണി സന്ദേശം. അറസ്റ്റിലായ 2 പേരും ഗോണ്ട സ്വദേശികളാണ്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന ED നോട്ടീസ് നിയമവിരുദ്ധമെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. അറസ്റ്റാണ് BJP ലക്ഷ്യമിടുന്നതെന്നും ED നോട്ടീസ് അതിനുള്ള ഒഴിവുകഴിവ് മാത്രമാണെന്നും കെജ്രിവാൾ പറഞ്ഞു. തന്റെ ഏറ്റവും വലിയ സമ്പാദ്യം സത്യസന്ധതയാണ്, അത് തകർക്കാനാണ് BJP ശ്രമമെന്നും കെജ്രിവാൾ പ്രതികരിച്ചു. 3-ാം തവണയും ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്നതിന് പിന്നാലെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം നടക്കുന്നുവെന്ന വിവരം ലഭിച്ചതായി ആം ആദ്മി പാർട്ടി മന്ത്രിമാർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു. കെജ്രിവാൾ ഒളിച്ചോടുകയാണെന്ന് BJP വിമർശിച്ചു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് കെജ്രിവാളിന് ED വീണ്ടും നോട്ടീസ് നൽകിയേക്കും. ജസ്നയുടെ തിരോധാനത്തിൽ ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ തള്ളി CBI. ജസ്നയെപ്പറ്റി സൂചനയൊന്നുമില്ലെന്നും ജസ്ന മതപരിവർത്തനം ചെയ്തിട്ടില്ലെന്നുമാണ് CBI റിപ്പോർട്ടിലുള്ളത്. തിരോധാനത്തിന് പിന്നിൽ തീവ്രവാദ സംഘങ്ങൾക്ക് പങ്കില്ല. മതപരിവർത്തന കേന്ദ്രങ്ങൾ പരിശോധിക്കുകയും അയൽ സംസ്ഥാനങ്ങളിലും മുംബൈയിലും അന്വേഷിച്ചതായും CBI പറയുന്നു. CBI റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ന്യൂസ് 8-ന് ലഭിച്ചു. VV വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ലഭിക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? വിവരങ്ങൾ. രേണുക, ജസ്ന തമിഴ്നാട്ടിലേക്ക് കടന്നതടക്കമുള്ള അങ്ങനെ ഒരു സംശയം ഉൾപ്പെടെയാണ് ക്രൈംബ്രാഞ്ച് നേരത്തെ ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഈ വാദങ്ങളെല്ലാം CBI തള്ളുകയാണ്. മതപരിവർത്തനം നടന്നിട്ടില്ല എന്ന കാര്യം CBI റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും മതസംഘടനകൾക്ക് ജസ്നയുടെ തിരോധാനവുമായി ബന്ധമില്ല. അത് പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകൾക്കോ ഹൈന്ദവ സംഘടനകൾക്കോ ഒന്നും തന്നെ ഈ തിരോധാനവുമായി ബന്ധമില്ല എന്നൊരു കണ്ടെത്തലിലേക്കാണ് CBI പോയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള മത പരിവർത്തന കേന്ദ്രങ്ങളും മതപഠനശാലകളും ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി. മുംബൈയിലും മറ്റ് സ്ഥലങ്ങളിലും അടക്കം ജസ്ന ഒരുപക്ഷെ പോയി എന്ന തരത്തിൽ സംശയമേറുന്ന സ്ഥലങ്ങളിലടക്കം CBI സംഘം പരിശോധന നടത്തി. അവിടെ അന്വേഷണ സംഘം എത്തി വിശദമായി പരിശോധിച്ചു. അതോടൊപ്പം തന്നെ ഈ ആത്മഹത്യ ചെയ്യുന്ന കേന്ദ്രങ്ങൾ, സാധാരണ സൂയിസൈഡ് പോയിന്റുകൾ എന്നറിയപ്പെടുന്ന സ്ഥലങ്ങൾ, അവിടെയൊക്കെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, ഒപ്പം തന്നെ ഈ അജ്ഞാത മൃതദേഹങ്ങൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് എമ്പാടും അങ്ങനെ കണ്ടെത്തിയ കേസുകളിൽ ഈ ജസ്ന കേസുമായി ബന്ധപ്പെടുത്തിയുള്ള അന്വേഷണവും CBI നടത്തിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.
മാത്രവുമല്ല ജസ്നയുടെ പിതാവിനെ അടക്കം ഈ നുണ പരിശോധനയ്ക്ക് സമാനമായ പരിശോധനകൾക്ക് വിധേയമാക്കി അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്, അവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമോ തെറ്റായ കാര്യങ്ങളോ ഇല്ല എന്ന ഒരു കണ്ടെത്തലിലേക്ക് കൂടി CBI എത്തിയിരിക്കുന്നു. ക്ലോഷർ റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ജസ്നയെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചാൽ തുടർന്ന് അന്വേഷിക്കുന്നതിന് തടസ്സമില്ല. ജസ്നയുടെ പിതാവിനടക്കം ഈ CBI അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കൈമാറും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മതപരിവർത്തനം നടന്നിട്ടില്ല എന്ന ഒരു കണ്ടെത്തലിലേക്ക് CBI പോയിരിക്കുന്നു എന്നാണ്. അവിടെയും അവശേഷിക്കുന്ന ചോദ്യം 2018 കാണാതായ ജസ്ന എവിടേക്ക് പോയി എന്നതാണ്. മൊബൈൽ ഫോണോ ATM കാർഡോ എടുത്തിരുന്നില്ല. ബന്ധു വീട്ടിലേക്ക്, അച്ഛന്റെ സഹോദരിയുടെ വീട്ടിലേക്കാണ്, മുണ്ടക്കയത്തെ വീട്ടിലേക്കാണ് പോകുന്നത്. എരുമേലിൽ നിന്ന് ബസ്സിൽ കയറിയതായ തെളിവുകൾ ലഭിച്ചിരുന്നു. പിന്നീട് ജസ്ന എവിടേക്ക് പോയെന്ന് ആർക്കും അറിയില്ല. ഏതായിരുന്നാലും ഇപ്പോൾ CBI അന്വേഷണത്തിലും ജസ്നയെ കണ്ടെത്താൻ ആയിട്ടില്ല. അതൊരു ഈ ഒരു ദുരൂഹമായ സാഹചര്യം അല്ലെങ്കിൽ ദുരൂഹമായ സ്ഥിതി അതേപടി നിലനിൽക്കുക എന്ന ഒരു സവിശേഷത കൂടി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിനുണ്ട്. ശരി, VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയും YSR തെലങ്കാന പാർട്ടി നേതാവുമായ YS ഷർമിള കോൺഗ്രസിൽ AICC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഷർമിള കോൺഗ്രസിൽ ചേർന്നത്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണമെന്നായിരുന്നു തന്റെ പിതാവ് YSRന്റെ ആഗ്രഹമെന്നും അതിനായി പ്രയത്നിക്കുമെന്നും ഷർമിള പറഞ്ഞു. തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാതിരുന്ന YSR കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഷർമിളയുടെ പാർട്ടി പ്രവേശനം ആന്ധ്രയിൽ ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ്. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ പോലീസ് പരിശോധന നടത്തി. യൂണിയൻ ഓഫീസ് കത്തിച്ച സംഭവത്തിലായിരുന്നു പരിശോധന. SFIയിൽ നിന്നും KSU ഇത്തവണ യൂണിയൻ പിടിച്ചെടുത്തിരുന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ് സംഭവത്തിന് പിന്നിലെന്ന് കോളേജ് യൂണിയൻ ചെയർമാൻ ആരോപിച്ചു. നമ്മുടെ 10 ദിവസത്തെ ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് ഇന്നലെ നമ്മുടെ ഒരു പ്രവർത്തകൻ യൂണിയൻ ഓഫീസിലേക്ക് വന്ന സമയത്ത് വാതിൽ തുറന്നു നോക്കുമ്പോഴാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഉടനെ തന്നെ നമ്മൾ പ്രിൻസിപ്പാളെ അറിയിക്കുകയും പ്രിൻസിപ്പാൾ നമ്മൾ പരാതി കൈമാറിയിട്ടുണ്ടായിരുന്നു. പ്രിൻസിപ്പാൾ അത് കസബ സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്തു. അങ്ങനെയാണ് നമ്മളെ മുന്നോട്ട് പോയിട്ടുള്ളത്. തീർത്തും നമ്മുടെ 28 വർഷത്തിന് ശേഷമാണ് ഗുരുവായൂരപ്പൻ കോളേജിൽ KSUവിന്റെ യൂണിയൻ നിലവിൽ വന്നിട്ടുള്ളത്. യൂണിയൻ നിലവിൽ വരുന്ന സമയത്ത് നമ്മൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വാഗ്ദാനം നൽകിയതായിരുന്നു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു യൂണിയൻ ഓഫീസ്. ഇതുവരെ ഇവിടെ ഒരു പാർട്ടി ഓഫീസായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ അതല്ല, വിദ്യാർത്ഥികൾക്ക് ഏത് സമയവും ഈ ഓഫീസിലേക്ക് കടന്നു വന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് അത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ഓഫീസാണ് നമ്മൾ വാഗ്ദാനം ചെയ്തിരുന്നത്. അത് നിറവേറ്റുന്ന രീതിയിൽ വളരെ മികച്ച രീതിയിൽ നമ്മൾ വിദ്യാർത്ഥികളിൽ നിന്ന് ഞങ്ങളടക്കം ഫണ്ട് എടുത്തിട്ടാണ്, സ്വന്തം കീശയിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഇത്ര മികച്ച രീതിയിലൊരു ഓഫീസ് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ ദിവസങ്ങളോട് പണിയെടുത്തിട്ടാണ് ഇങ്ങനെ ഇവിടെ പെയിന്റ് പോലും അടിച്ചിട്ടുള്ളത്. പക്ഷേ ഇങ്ങനൊരു ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ഇവിടെ യൂണിയൻ അധികാരത്തിൽ വന്നത് മുതൽ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് KSUവിന്റെ യൂണിയൻ മുന്നോട്ട് പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ യൂണിയനോടുള്ള വിരോധമുള്ള ഈ ക്യാമ്പസിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഐക്യം, ഈ ഐക്യത്തിൽ തീർത്തും പ്രതിഷേധമുള്ള, അതിനോട് വൈരാഗ്യമുള്ള ആളുകളായിരിക്കും ഇതിന് പിന്നിൽ. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. ക്രിസ്മസ് അവധിക്ക് ശേഷം കോളേജ് തുറന്നപ്പോഴാണ് യൂണിയൻ ഓഫീസ് കത്തിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ ഉച്ചയോടെയാണ് ഈ കത്തിയ സംഭവം പുറത്തറിഞ്ഞത്. തുടർന്ന് കോളേജ് അധികൃതർക്കും പിന്നീട് പോലീസിലും പരാതി നൽകുകയും ചെയ്തു. 28 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് SFIയിൽ നിന്നും KSU കോളേജ് യൂണിയൻ പിടിച്ചെടുത്ത് ഇതിനുശേഷം നവീകരണ പരിപാടികളടക്കം നടത്തി SFIയുടെ ഓഫീസായിരുന്ന ഇവിടം കോളേജ് യൂണിയൻ ഓഫീസാക്കി മാറ്റുകയായിരുന്നു. ഈ ഓഫീസിനുള്ളിൽ ഉണ്ടായിരുന്ന കൊടിതോരണങ്ങൾ, ബാനറുകൾ, ചില സർട്ടിഫിക്കറ്റുകൾ എന്നിവയൊക്കെ കത്തി നശിച്ചവയുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നാണ് യൂണിയൻ ഭാരവാഹികൾ പറയുന്നത്. സാമൂഹ്യവിരുദ്ധ ശക്തികളാണ് ഇത്തരം ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് അവർ പറയുന്നത്. പോലീസ് അന്വേഷണത്തിൽ കൂടെ ആരാണ് ഇത് ചെയ്തതെന്ന് കണ്ടുപിടിക്കട്ടെ എന്നും വ്യക്തമാക്കുന്നുണ്ട്. ഞങ്ങൾ ഓരോരുത്തരും
ഇവിടെ ദിവസങ്ങളോട് പണിയെടുത്തിട്ടാണ് ഇങ്ങനെ ഇവിടെ പെയിന്റ് പോലും അടിച്ചിട്ടുള്ളത്. പക്ഷേ ഇങ്ങനൊരു ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ഇവിടെ യൂണിയൻ അധികാരത്തിൽ വന്നത് മുതൽ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് KSUവിന്റെ യൂണിയൻ മുന്നോട്ട് പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ യൂണിയനോടുള്ള വിരോധമുള്ള ഈ ക്യാമ്പസിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഈ ഐക്യത്തിൽ തീർത്തും പ്രതിഷേധമുള്ള, അതിനോട് വൈരാഗ്യമുള്ള ആളുകളായിരിക്കും ഇതിന് പിന്നിൽ. കസബ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിരലടയാളം വിദഗ്ധർ, മറ്റ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തി വളരെ വിശദമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ പിടിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കോളേജിൽ ഈ വിഷയത്തിൽ പ്രതികളെ ഉടൻ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് KSUവിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭവും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 വേണ്ടി യു പ്രദീപ്. തിരുവല്ലത്തെ ഷഹനയുടെ ആത്മഹത്യയിലെ പ്രതികളെ സഹായിച്ച പോലീസുകാരനെതിരെ നടപടി. കടക്കൽ സ്റ്റേഷനിലെ CPO നവാസിനെതിരെയാണ് നടപടി. ഇയാളെ സസ്പെൻഡ് ചെയ്തു. അന്വേഷണ വിവരം നവാസ് പ്രതികൾക്ക് ചോർത്തി നൽകിയെന്ന് കണ്ടെത്തിയിരുന്നു. തിരുവല്ലത്ത് ഷഹനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പ്രതികളെ പിടികൂടാൻ പോലീസ് വൈകുന്നുവെന്ന ആക്ഷേപം ഉയരുന്നതിനിടയിലാണ് പ്രതികൾക്ക് അന്വേഷണ വിവരങ്ങൾ ചോർത്തി നൽകിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ സിറ്റി പോലീസ് കമ്മീഷണർ നടപടിയെടുത്തിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. കടക്കൽ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ നവാസിനെതിരെയാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം തന്നെ തിരുവല്ലം CI ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർ CS നാഗരാജുവിന് കൈമാറിയിരുന്നു. ഈ പ്രതികൾക്ക് അന്വേഷണത്തിലെ നിർണായക വിവരങ്ങൾ ചോർത്തി നൽകി. അങ്ങനെയാണ് പ്രതികൾക്ക് രക്ഷപ്പെടാൻ സഹായം ഒരുക്കിയത്. ഇതിന് പിന്നിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ രഹസ്യമായ നീക്കമുണ്ട് എന്ന കാര്യങ്ങളായിരുന്നു റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നത്. ആ റിപ്പോർട്ടിനെ കുറിച്ച് വിശദമായ പരിശോധന നടത്തി അതിൽ വസ്തുതയുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഉത്തരവിന്മേൽ സിവിൽ പോലീസ് ഓഫീസറായ നവാസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ കേസിലെ പ്രതികളെ ഇതുവരെ പിടികൂടാൻ കഴിയാത്തത് എന്ത് എന്ന ഒരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. അതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിശദീകരണം വൈകാതെ തന്നെ പ്രതികൾ പിടിയിലാകുമെന്നാണ്. അതായത് അവർ അവിടെ നിന്ന് ഒളിവിൽ പോയിരിക്കുന്നു, ആ ഒളിവിൽ നിന്ന് അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിതമായ അന്വേഷണം നടക്കുന്നുവെന്ന വിശദീകരണമാണ് പോലീസ് നൽകുന്നത്. പക്ഷേ ഇത്രയധികം ദിവസമായിട്ടും ഈ ഷഹനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആരും പിടിയിലാകാത്തത് പോലീസിന്റെ അനാസ്ഥയാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ തിരുവല്ലം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ചുകൾ അടക്കമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. തിരുവനന്തപുരം ആര്യൻകുഴിയിൽ സുഹൃത്തിനെ യുവാവ് വെട്ടിക്കൊന്നു. കമലേശ്വരം സ്വദേശി സുജിത്താണ് കൊല്ലപ്പെട്ടത്. സുഹൃത്ത് ജയനെ പൂന്തറ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് പറയുന്നു. ഇന്നലെ രാത്രിയാണ് സംഭവം. കൊലപാതകത്തിന് ശേഷം ജയൻ തന്നെയാണ് പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചത്. ഇടുക്കി വണ്ടൻമേട്ടിൽ ഹിറ്റാച്ചിക്ക് അടിയിൽപ്പെട്ട് യുവാവ് മരിച്ചു. മൂന്നാർ പെരിയകനാൽ സ്വദേശി ആനന്ദ് യേശുദാസ് ആണ് മരിച്ചത്. രാവിലെ ജോലിക്കെത്തിയ മറ്റ് തൊഴിലാളികളാണ് ആനന്ദിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ലൈംഗിക അതിക്രമ കേസിൽ കീഴടങ്ങാൻ ഹൈക്കോടതി മുൻ ഗവൺമെന്റ് പ്ലീഡർ PG മനുവിന് 10 ദിവസം കൂടി സമയം അനുവദിച്ചു. സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ 10 ദിവസം കൂടി സാവകാശം വേണമെന്നാവശ്യപ്പെട്ട് മനു നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് ജസ്റ്റിസ് P ഗോപിനാഥിന്റെ ഉത്തരവ്. ഹൈക്കോടതിയിൽ PG മനു ഉപഹർജി നൽകി. ഇന്നേക്കകം കീഴടങ്ങണമെന്നായിരുന്നു നിർദ്ദേശം. PG മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. മഞ്ഞുകാലത്തെ ഇടുക്കിയുടെ സൗന്ദര്യം കാണാൻ ഈ വർഷവും റെക്കോർഡ് സന്ദർശകരാണ് എത്തിയത്. ക്രിസ്മസ് പുതുവത്സര അവധിക്കാലത്ത് 2 ലക്ഷത്തിലേറെ സഞ്ചാരികളാണ് ജില്ലയിൽ എത്തിയത്. വാഗമണ്ണാണ് ഇടുക്കിയിലെ ടൂറിസം സ്പോട്ടുകളിലെ സൂപ്പർ സ്റ്റാർ. ഇടുക്കി DTPCയുടെ നിയന്ത്രണത്തിലുള്ള 9 സെന്ററുകളിൽ മാത്രം ഡിസംബർ 23 മുതൽ ജനുവരി 1 വരെ 2,17,800-ലധികം സഞ്ചാരികളെത്തി. ഓരോ ദിവസവും ശരാശരി 20,000-ലധികം സഞ്ചാരികൾ. മുൻവർഷത്തേക്കാൾ 1.5 ലക്ഷത്തോളം സഞ്ചാരികളുടെ വർധനവ് ഇത്തവണയുണ്ട്. ഗ്ലാസ് പാലം കൂടി എത്തിയതോടെ വാഗമണ്ണിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. 61,000-ലധികം സഞ്ചാരികൾ വാഗമൺ അഡ്വഞ്ചർ പാർക്ക് സന്ദർശിച്ചു. ഇടുക്കി ജില്ലയിലേക്കുള്ള ജനങ്ങളുടെ ടൂറിസ്റ്റുകളുടെ പ്രത്യേക താല്പര്യത്തെയും ഈ ആളുകൾ ടൂറിന് വരുമ്പോഴത്തേക്ക് ഇടുക്കി സെലക്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇടുക്കി DTPC എല്ലാ കേന്ദ്രങ്ങളിലും നല്ല തിരക്ക് അനുഭവപ്പെട്ടു. അതുപോലെ ഇനി വരും ഇനിയിപ്പം വലിയ തിരക്കുണ്ടാവുക മിക്കവാറും ഏപ്രിൽ മെയ്
ദിവസങ്ങളിലായിരിക്കും. ആ ദിവസങ്ങളിലേക്കും കൂടുതൽ സഞ്ചാരികൾ ഇടുക്കിയിലേക്ക് വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വാഗമൺ, മൊട്ടക്കുന്ന്, മൂന്നാർ, ബൊട്ടാണിക്കൽ ഗാർഡൻ, രാമക്കൽമേട്, ഇടുക്കി ഹിൽവ്യൂ പാർക്ക്, ശ്രീനാരായണപുരം, പാഞ്ചാലിമേട് തുടങ്ങിയ സെന്ററുകളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പുതുവത്സരത്തോടനുബന്ധിച്ച് സഞ്ചാരികളിലൊരു വർധന ഉണ്ടായിട്ടുണ്ട്. ഇത് ശുഭമായ സൂചകമാണ്. മൂന്നാർ, തേക്കടി, വാഗമൺ, രാമക്കൽമേട്, ഇടുക്കി ഉൾപ്പെടെയുള്ള ടൂറിസം ഡെസ്റ്റിനേഷനിലേക്ക് സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇത് വരും വർഷങ്ങളിലേക്ക് ഇടുക്കി ജില്ലയിലെ ടൂറിസം കൂടുതൽ ഉയരങ്ങൾ കീഴടക്കുന്നു. കൂടുതൽ ടൂറിസ്റ്റുകൾ ഇടുക്കിയെ തേടിയെത്തുന്നുള്ള ഒരു സൂചകമായി തന്നെ ഞങ്ങൾ ടൂറിസം രംഗത്തുള്ള പ്രതീക്ഷിക്കുന്നു. DTPC നിയന്ത്രണത്തിലുള്ള ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കാതെ ജില്ലയിലെത്തി മടങ്ങിയ സഞ്ചാരികളും നിരവധിയാണ്. ജനുവരി പകുതി വരെ തിരക്ക് തുടരുമെന്നാണ് പ്രതീക്ഷ. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18, ഇടുക്കി. പ്രതിദിന യാത്രക്കാരുടെ എണ്ണം 1 ലക്ഷത്തിലേക്ക് എത്തിക്കാനൊരുങ്ങി കൊച്ചി മെട്രോ. കൊച്ചി മെട്രോയുടെ ചരിത്രത്തിലാദ്യമായി യാത്രക്കാരുടെ പ്രതിദിന ശരാശരി കഴിഞ്ഞ മാസം 94,000 കടന്നു. തൃപ്പൂണിത്തുറയിലേക്കുള്ള യാത്ര കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ഒരു ദിവസം മെട്രോയിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം 1 ലക്ഷത്തിലേക്ക് എത്തുമെന്നാണ് KMRLന്റെ പ്രതീക്ഷ. കഴിഞ്ഞ മാസം മെട്രോയിൽ ഒരു ദിവസം ശരാശരി 94,982 പേരാണ് യാത്ര ചെയ്തത്. 2023 തുടക്കത്തിൽ മെട്രോയിൽ ശരാശരി യാത്രക്കാരുടെ എണ്ണം 79,000 ആയിരുന്നു. 2023 40 തവണ മെട്രോയിലെ പ്രതിദിന യാത്രക്കാർ 1 ലക്ഷത്തിലെത്തി. മെട്രോ സർവീസ് ആരംഭിച്ചതിനു ശേഷം ആകെ 49 തവണയാണ് പ്രതിദിന യാത്രക്കാരുടെ എണ്ണം 1 ലക്ഷം കടന്നത്. ഇതുവരെ യാത്ര ചെയ്തവരുടെ എണ്ണം ആകെ 10 കോടിയും കവിഞ്ഞു. വാട്സ്ആപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനുൾപ്പെടെ യാത്രക്കാരെ മെട്രോയിലേക്ക് ആകർഷിക്കുന്നതിനുള്ള കൂടുതൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് KMRL. നിർമ്മാണം പൂർത്തിയാക്കി തൃപ്പൂണിത്തുറ സ്റ്റേഷനിലേക്ക് കൂടി സർവീസ് ആരംഭിക്കുന്നതോടെ ദിനംപ്രതി യാത്രക്കാരുടെ എണ്ണം 1 ലക്ഷം പിന്നിടുമെന്നാണ് പ്രതീക്ഷ. സാങ്കേതിക വിദ്യയിൽ മറ്റ് മെട്രോകളെ പിന്നിലാക്കി കൊച്ചി മെട്രോ മുന്നോട്ട് വെച്ച മാതൃകയിലൂടെ KMRLന് പ്രവർത്തന ചെലവുകളെ പിടിച്ചു നിർത്താൻ സാധിച്ചു. പരിസ്ഥിതിക്ക് പ്രാധാന്യം നൽകുന്ന മഴവെള്ള സംഭരണം, സൗരോർജ്ജ പദ്ധതികൾ എന്നിവയും കൊച്ചി മെട്രോയെ വേറിട്ടതാക്കുന്നു. ന്യൂസ് 18, കൊച്ചി. തിരുവനന്തപുരത്ത് നിന്നും ന്യൂസ് 18 വേണ്ടി ഭാഗ്യലക്ഷ്മി. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5,785 രൂപ, പവന് 46,280 രൂപ, വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോയ്ക്ക് 78,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,626 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.